ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന വോട്ട് ഇടതുപക്ഷക്കാരുടെ വോട്ടായിരിക്കും, മാർക്സിസ്റ്റുകാരുടെ വോട്ടായിരിക്കും, മാർക്സിസ്റ്റ് അനുഭാവികളുടെ വോട്ടായിരിക്കും, സഹയാത്രികരുടെ വോട്ടായിരിക്കും, അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ടായിരിക്കും. ഇവരൊക്കെ മടുത്ത് വെറുത്ത് ബോറടിക്കും. ഈ ശബരിമലയെ കൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ UDF ഭരണകാലത്ത് നടക്കുന്ന എത്രയോ കുറവാണ്, അഴിമതി എത്രയോ കുറവാണ്. സതീശനെയും അങ്ങനെ എത്ര വലിയൊരു ഗംഭീര നേതാവായിട്ട് നമുക്ക് ഇത് കണക്കാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും ഒക്കെ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ കരുണാകരനും നായനാരും ആയിരുന്നപ്പോഴൊക്കെ ശരിയാണ്. ഇപ്പോൾ അമിത്ഷാ ഒരുപാട് കാലമായിട്ട് ഇവിടെയുള്ള ഈ ഞൊണ്ടിക്കുതിരകളെയൊക്കെ വെച്ചിട്ട് ഓടിക്കാൻ നോക്കി പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പന്തയ കുതിര പുള്ളി ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്, അറബി കുതിര എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്ന കുതിരയാണ് രാജീവ് ചന്ദ്രശേഖരൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിന്നെ മാർക്സിസ്റ്റുകാരുടെ കാലാകാലങ്ങളായിട്ടുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും പിന്നെ ആര്യ രാജേന്ദ്രൻ്റെ ശക്തമായ നേതൃത്വം കൂടി വന്നപ്പോൾ അവർ തോറ്റുപോയതാണ്, ഇവർ ജയിച്ചതല്ല. പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ്, 110 സീറ്റ്, പക്ഷെ കിട്ടുന്നത് കോൺഗ്രസ്സിനായിരിക്കും. കണക്ക് കൃത്യമാണ്. സതീശൻ പിന്നെ കുറച്ചുകൂടി വിനയാന്വിതനായതുകൊണ്ട് 100-ൽ നിർത്തിയതാണ്. സീറ്റ് കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ആരും പറയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒരു 20% വോട്ട് കിട്ടി BJPക്ക്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് കുറയാണ് സംഭവം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടി, തൃപ്പൂണിത്തറ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സാമാന്യം നല്ല രീതിയിൽ സീറ്റുകൾ കിട്ടിയെങ്കിൽ പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വരവിന് ശേഷമുള്ള BJPയുടെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അധികാരം കിട്ടിയില്ലെങ്കിൽ ഒരു സീറ്റ് മാത്രം ഉണ്ടെങ്കിൽ കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് അതിനുള്ളിലെ വിഭാഗീയതയായിരുന്നു. ഒരു വശത്ത് വി മുരളീധരൻ അല്ലെങ്കിൽ മറുവശത്ത് PK കൃഷ്ണദാസ്, ഇങ്ങനെ നിൽക്കുന്ന രണ്ട് പക്ഷങ്ങൾ തമ്മിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളുടെ ഒരു പരീക്ഷണവും, അതേപോലെ തന്നെ നമ്മൾ ഈ ബജറ്റിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എയിംസ് ഇലക്ഷന് മുന്നോടിയായിട്ട് വരുന്നു, അല്ലെങ്കിൽ അർദ്ധ അതിവേഗ പാത പ്രഖ്യാപിക്കുന്നു, അങ്ങനത്തെ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ BJPയുടെ ഒരു സാധ്യതയ്ക്ക് വലിയ തിരിച്ചടിയായിപ്പോയില്ലേ? അല്ല, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല. വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട്. പാർലമെൻറ്റിലേക്കുള്ള വോട്ടെന്ന് വെച്ചാൽ മോഡിക്കുള്ള വോട്ടാണ്. അതിൽ BJPക്കാരല്ലാത്ത മോഡി ഭക്തന്മാരും അവരുടെ മോഡിക്കൂറ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. പിന്നെ അവർക്ക് ജയസാധ്യത ഉണ്ടെന്ന് അവർ വിചാരിച്ചിരുന്ന മണ്ഡലങ്ങളിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ ആറ്റിങ്ങൽ, ഒരു വലിയ പരിധി വരെ ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്ട്, അവരുടെ കേന്ദ്രങ്ങളിൽ. ഇപ്പോൾ കോഴിക്കോട് രമേശ് മത്സരിച്ച കോഴിക്കോട് മണ്ഡലത്തിൽ അവിടെയൊക്കെ അവരുടെ വോട്ട് നല്ലോണം വർദ്ധിച്ചു. മറ്റു മണ്ഡലങ്ങളിൽ അവർ അത്ര തന്നെ ശ്രദ്ധ ചെലുത്തിയില്ല, എങ്കിൽ പോലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വോട്ട് ഇപ്പോൾ കണ്ണൂർ, വടകര പോലുള്ള സീറ്റുകൾ കിട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ വരികയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കിഴക്കേലെ കൃഷ്ണൻ നായരോ ഗോവിന്ദ നായരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. അപ്പോൾ പിന്നെ അതിന് വലിയൊരു പ്രാധാന്യം കിട്ടില്ല. ഇവിടെ മോഡി ഫാക്ടറി ഇല്ല. അപ്പോൾ അത് കണക്കാക്കണ്ട. പിന്നെ BJPയുടെ പെർഫോമൻസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീരെ മോശമല്ല. അതിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, BJPയുടെ വനിതാ സ്ഥാനാർത്ഥികളാണ് ജയിച്ചേക്കുന്നത് കൂടുതൽ. അത് അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. BJP സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് അവർ മിക്കവാറും എല്ലാ ഡിവിഷനിലും മത്സരിച്ചു. അതായത് 1-2 സ്ഥലത്തുണ്ടായിരുന്നില്ല. അതിൽ 6 പേര് ജയിച്ചു. 6 പേരും വനിതകളാണ്. ആലുവ മുനിസിപ്പാലിറ്റിയിലേക്ക് 4 പേര് ജയിച്ചു. 4 പേരും വനിതകളാണ്. എൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്ത് ചെങ്ങമനാട് പഞ്ചായത്തിൽ 6 BJPക്കാരെ ജയിച്ചു, 5 പേര് വനിതകളാണ്. അതിൽ ഈ വനിതകൾ പലരും മുൻ പഞ്ചായത്ത് കമ്മിറ്റിയിലും അതിന് മുമ്പത്തെ കമ്മിറ്റിയിലും മെമ്പർമാരായിരുന്നു. എൻ്റെ വീടിരിക്കുന്ന വാർഡിൽ തന്നെ ഒരു വനിത, ഇത്തവണ വനിതയാണ്, കഴിഞ്ഞ തവണ ജനറലായിരുന്നപ്പോഴും അതിന് മുമ്പ് വനിത ആയിരുന്നപ്പോഴും ഇവർ തന്നെയാണ് ജയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പല ഘടകങ്ങളുണ്ട്, സാമൂഹ്യവും സാമുദായികവുമായിട്ടുള്ള പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പക്ഷേ ഇതിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ സംഗതി കുറേ വ്യത്യാസമുണ്ട്. പാർലമെൻറ്റ് പോലെ വളരെ വലുതോ പഞ്ചായത്ത് പോലെ തീരെ ചെറുതോ അല്ല മണ്ഡലങ്ങൾ. കോൺസ്റ്റിറ്റ്യുവൻസിയുടെ വലിപ്പം ഒരു ഘടകമാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കി കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പ്രൊഫഷണൽ അപ്രോച്ചാണ്. പുള്ളി ഒരു രാഷ്ട്രീയക്കാരനല്ല, ബിസിനസ്സുകാരനാണ്. കൂട്ടിയും കുറച്ചും. ഇപ്പോൾ അമിത്ഷാ ഒരുപാട് കാലമായിട്ട് ഇവിടെയുള്ള ഈ ഞൊണ്ടിക്കുതിരകളെയൊക്കെ വെച്ചിട്ട് ഓടിക്കാൻ നോക്കി പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പന്തയ കുതിര പുള്ളി ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്, അറബി കുതിര എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്ന കുതിരയാണ് രാജീവ് ചന്ദ്രശേഖർ. പുള്ളി അമിത്ഷായുടെ രീതിയിൽ തന്നെ കണക്കുകൾ വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കണക്കാക്കിയിട്ട് ഇവർ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളാവേണ്ട ആളുകളെയൊക്കെ കണ്ടെത്തി ഏതൊക്കെ ഏജൻസികളൊക്കെ ഇവർക്ക് വേണ്ടി 30 സീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും അവരുടെ വർക്ക് കറക്റ്റ് എന്ന് പറയുന്നു. BJP സംബന്ധിച്ചിടത്തോളം എല്ലാ സീറ്റിലും ഒരുപോലെ ബലം പ്രയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. 140 സീറ്റിലും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സാധനമില്ല. പിന്നെ ഓരോ ജില്ലകൾ നോക്കിയിട്ട് അവർക്ക് സാമാന്യമായിട്ട് വോട്ട് പിടിക്കാവുന്ന മണ്ഡലങ്ങൾ കണക്കാക്കി
ആ സ്ഥലങ്ങളിൽ ഭേദപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക, നന്നായിട്ട് പണം ചെലവഴിക്കുക, ക്യാമ്പയിൻ ചെയ്യുക. എത്ര സീറ്റ് ജയിക്കുന്നുള്ളത് വേറെ കാര്യമാണ്. അപ്പോൾ അത് കണക്കാക്കി ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, ഇങ്ങനെയുള്ള 4 സീറ്റ്. കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ല കാട്ടാക്കടയും, പിന്നെ കൊല്ലം ജില്ലയിലാണെങ്കിൽ ചാത്തന്നൂർ. കഴിഞ്ഞ തവണ ആറ്റിങ്ങിൽ നല്ലതായിട്ട് അല്ല, കോന്നി, ആറ്റിങ്ങൽ ഇതാണ് മറ്റേ സംവരണ സീറ്റാണ്. സംവരണ സീറ്റാണ് ഞാൻ പറഞ്ഞത്. കോന്നി പത്തനംതിട്ട ജില്ലയിൽ, ആറന്മുള ഒരു പരിധി വരെ, ചെങ്ങന്നൂര്, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ, ഇപ്പോൾ ആണെങ്കിൽ കായംകുളം. അതെ, കായംകുളം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു പറയുന്നത്. കായംകുളം, ഇങ്ങനെ അവർക്ക് ഫൈറ്റ് ചെയ്യാവുന്ന സീറ്റുകളുണ്ട്. തൃശ്ശൂർ, അതുപോലെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ, സാബുവിൻ്റെ കിഴക്കമ്പലം ഉൾപ്പെടുന്ന കുന്നത്തുനാട് സംവരണ സീറ്റ്, അങ്ങനെയുള്ള സീറ്റുകൾ. പിന്നെ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ നേരത്തെ തന്നെ അവർ സാമാന്യ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പിരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, അതുപോലെ കയ്പമംഗലം, മണലൂർ, തൃശ്ശൂർ, അങ്ങനെയുള്ള സീറ്റുകൾ. സുരേഷ് ഗോപിയുടെ വിജയത്തോടെ അത് അവർക്ക് കുറേ കൂടി ഒരു അപ്പർ ഹാൻഡ് വന്നു. പിന്നെ പാലക്കാട് ജില്ലയിൽ പാലക്കാട്, മലമ്പുഴ 2 തവണയായിട്ട് മലമ്പുഴ രണ്ട് തവണയായിട്ട് കൃഷ്ണകുമാർ മത്സരിച്ച് 2ാം സ്ഥാനത്താണ്. 3 തവണയായിട്ട് 2ാം സ്ഥാനത്ത്, 3 തവണയായിട്ട്. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ, കോഴിക്കോട് നോർത്ത്, സൗത്ത്, ഇതൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നല്ലപോലെ വോട്ടുള്ള സ്ഥലമാണ്. ശരിയാണ്. പിന്നെ കാസർഗോഡ്, മഞ്ചേശ്വരം. അപ്പോൾ ഇതുപോലുള്ള സീറ്റുകളിൽ അവരുടെ പരമാവധി ശക്തി കേന്ദ്രീകരിക്കുകയും നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്യും, പ്രധാനമന്ത്രിയെ കൊണ്ടുവരികയൊക്കെ ചെയ്താൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എത്ര സീറ്റ് വരെ BJPക്ക് കിട്ടാം? അത് പറയാൻ പറ്റില്ല. അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കണം. നിയമം പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഈ വോട്ട് അങ്ങോട്ട് മുറുകി വരും. ഈ BJPക്കാരൻ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് വോട്ടിങ് നടക്കും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ BJP സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ 51% വോട്ട് കിട്ടിയാൽ ഏത് സീറ്റ് ജയിക്കുന്നു ഉറപ്പിച്ച് പറയാൻ പറ്റും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും ഒരു സ്വതന്ത്രനാണല്ലോ ജയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിന്നെ മാർക്സിസ്റ്റുകാരുടെ കാലാകാലങ്ങളായിട്ടുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും പിന്നെ ആര്യ രാജേന്ദ്രൻ്റെ ശക്തമായ നേതൃത്വം കൂടി വന്നപ്പോൾ അവർ തോറ്റുപോയതാണ്. അല്ലാണ്ട് ഇവർ ജയിച്ചതല്ല. ആരും പ്രതീക്ഷിക്കാത്ത റിസൾട്ട്. അത്രയും രീതിയിൽ സീറ്റ് അത്ര വലിയ അല്ല. അത് അവസാനമൊക്കെ എപ്പോഴത്തേക്കും ട്രെൻഡ് വ്യക്തമായിരുന്നു. ആളുകൾ BJP ജയിച്ചാലും കുഴപ്പമില്ല, ഇവർ ജയിക്കരുത് എന്നുള്ള വാശിയിലാണ്. കോൺഗ്രസിൻ്റെ സീറ്റ് വർദ്ധിച്ചു, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ജയം എന്ന് പറഞ്ഞ സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ചിത്രം അതിൻ്റെ അതുണ്ട്. ചിത്രം ഇതാണ്. കോൺഗ്രസ് 3ാം സ്ഥാനത്തായി പോയി എന്നുള്ളതല്ല, ജനങ്ങൾ എന്ത് വില കൊടുത്തും LDFന് തോപ്പിക്കും. BJP ജയിക്കാവുന്ന സ്ഥലത്താണെങ്കിൽ BJP കൂട്ടും, കോൺഗ്രസ് ജയിക്കാവുന്ന സ്ഥലത്താണെങ്കിൽ കോൺഗ്രസ് കൂട്ടും. എന്ത് വന്നാലും ഇവർക്ക് വോട്ട് കൊടുക്കും. ഈ ചിന്താഗതിയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നിയമസഭയിലേക്ക് സംഭവിക്കാൻ പോകും. ഇപ്പോൾ സമീപകാലത്തായിട്ട് UDF പലപ്പോഴും ഉന്നയിച്ചിരുന്നൊരു സാധനം ഈ BJP CPM ഡീൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അവർ വ്യാപകമായി ചർച്ച ചെയ്തൊരു സാധനം. ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു നരേറ്റീവ് വോട്ട് നേടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ട് ആർജിച്ചെടുക്കാൻ വേണ്ടി കാണിച്ച ഒരു സ്ട്രാറ്റജിക്ക് അപ്പുറം അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ട്? അതിൽ വലിയ കഥയൊന്നുമില്ല. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, പണ്ട് ഞാൻ നേരത്തെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, ഈ RSS മാർക്സിസ്റ്റ് സംഘടനകൾ തലശ്ശേരിയിലും ഒരു കാലഘട്ടം അത് നിന്നു. പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ തന്നെ അവർ തമ്മിലുള്ള സംഗതി ഒത്തുപോയി. പിന്നെ V മുരളീധരൻ BJPയുടെ പ്രസിഡന്റായിട്ട് വന്നപ്പോൾ അദ്ദേഹം മുരളി ഡോക്ടറിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മുടെ മുഖ്യ ശത്രു CPM അല്ല, കോൺഗ്രസ്സാണ്. ദേശീയ തലത്തിലും കോൺഗ്രസ്സാണ്, സംസ്ഥാനത്തും കോൺഗ്രസ്സാണ്. നമ്മൾ വെറുതെ CPMകാരായിട്ട് വെട്ടിനും കുത്തിനും പോയിട്ട് കാര്യമില്ല. പോലും അല്ല BJP ആഗ്രഹിക്കുക എന്ന് പറയുന്നത് കേരളം പോലും സ്റ്റേറ്റ് UDF വരരുത്, CPM പറഞ്ഞതല്ലേ. പിന്നെ തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ഏതാണ്ട് ആ ഒരു ചിന്തയിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ അപ്പം ഈ വോട്ടിങ്ങിലും അങ്ങനെ ഒരു പാറ്റേൺ സംഭവിച്ചുകൂടെ? അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 30 സീറ്റ് കഴിച്ച് ബാക്കി സ്ഥലത്ത് BJPക്കാർ CPMന് വോട്ട് കൊടുക്കുക, അതിന് സാധ്യതയില്ല. BJPയുടെ വോട്ടർമാർ സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് വിരുദ്ധന്മാരായിരിക്കും. അത് എല്ലാവരും ഈ BJPക്ക് വോട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും BJPക്കാരല്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ BJP വിരുദ്ധം ഈ 2 മുന്നണികളെ കൊണ്ട് മടുത്തിരിക്കുന്ന ആളുകളായിരിക്കും. അവർ എന്നാൽ അതിനൊരു മാറ്റം വരട്ടെന്ന് വെച്ച് BJPക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി കിട്ടിയ വോട്ട് മുഴുവൻ BJPയുടെ വോട്ടാണ്. അല്ല, അത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ സിനിമാ നടന് കിട്ടിയ ഒരു അംഗീകാരമാണ്. പ്രധാനമായിട്ടും BJPയുടെ വോട്ടുണ്ട്. അതിൽ BJPയുടെ വോട്ടെന്ന് ഒരു 13-14% വോട്ട് വരെയൊക്കെ BJP വോട്ട് പിടിക്കുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞിരുന്ന പൊതുവിൽ അത് UDFൽ നിന്ന് പോകുന്ന വോട്ടുകളാണ് എന്ന്. അത് ഒരു പരിധി വരെ UDFൽ നിന്ന് പോകുന്ന വോട്ടുകൾ തന്നെ ആണ്. പക്ഷേ പിന്നെ അതിൽ കടന്നു കഴിഞ്ഞാലോ, അത് കടന്നാൽ പിന്നെ LDF ഇത് പിടിക്കും. അതല്ലേ ഇപ്പോൾ കണ്ടത്, അതല്ലേ ഇപ്പോൾ നമ്മൾ വടകരയിൽ കണ്ടത്.
അതല്ലേ കോഴിക്കോട്ടും കണ്ണൂരും കണ്ടത്, അതല്ലേ ആറ്റിങ്ങലും ആലപ്പുഴയിലും കണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോക്സഭ പോലെ അത്രയും വോട്ട് BJP പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ദോഷം കൂടുതൽ അത് മണ്ഡലത്തിനനുസരിച്ച് വ്യത്യാസം വരും. ചില മണ്ഡലങ്ങളിൽ LDF ദോഷം ചെയ്യും, ചില സ്ഥലത്ത് UDF ദോഷം ചെയ്യും. അത് കുറേയൊക്കെ സ്ഥാനാർത്ഥികളുടെ കഴിവനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ സത്യത്തിൽ BJPക്ക് വലിയൊരു മേൽക്കൈ കൊടുത്തതും UDF വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയതും നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ്. പലരും ശ്രദ്ധിക്കാത്ത റോൾ ഞാൻ പറയാൻ വന്നത്, വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ BDJS രൂപീകരിച്ചു 2016 ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട്. BDJS രൂപീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ UDF ന്യൂനപക്ഷ പ്രീണനം, അതിനെതിരായിട്ട് നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം എന്നതാണ്. അത് വന്നപ്പോൾ അന്ന് പുള്ളി പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ചേർത്തലയിൽ ബുദ്ധിജീവികളുടെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പുള്ളി ക്ഷണിച്ച് പങ്കെടുത്ത ആളെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇങ്ങനൊരു പാർട്ടി രൂപീകരിക്കരുത് എന്ന്. പാർട്ടി രൂപീകരിച്ചാൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടെ ഈ യോഗം വിളിച്ചോ അതിൻ്റെ വിപരീതമായ റിസൾട്ട് ഉണ്ടാവും. കാരണം CPM അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത് ഹിന്ദു അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായക്കാരുടെ ഒരു പാർട്ടിയാണ്, അത് മുന്നണിയാണ്. നിങ്ങളിവിടെ ഇങ്ങനെ ഈ പറഞ്ഞതിൽ നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഐക്യം ഉണ്ടാക്കി വേറൊരു പാർട്ടി ഉണ്ടാക്കി BJPയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി എന്ത് പറ്റും? BJP ജയിക്കുകയില്ല, LDF തോക്കുകയും ചെയ്യും. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അത് നമ്മൾ പ്യുവർ അരിത്തമെറ്റിക്കാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റും വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയുമാണെന്ന് ബോധ്യം. അവിടെ LDF ജയിച്ചു, UDF തോറ്റു. പക്ഷേ റിസൾട്ട് നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ BDJS ഉണ്ടായതുകൊണ്ട് മാറ്റം വന്ന മണ്ഡലങ്ങൾ, വലിയ മാറ്റം വന്ന മണ്ഡലങ്ങൾ നമ്മൾ മധ്യ കേരളത്തിൽ നോക്കി ഏറ്റുമാനൂർ അവരുടെ വോട്ട് ഗണ്യമായിട്ട് വന്നു. BDJS ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ച BJP ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ച മണ്ഡലങ്ങളാണ് ഞാൻ പറഞ്ഞത്. മധ്യ കേരളത്തിൽ മാത്രം ഏറ്റുമാനൂർ, വൈക്കത്ത് 30,000 വോട്ട് പിടിച്ചു. അതുപോലെ അതെ, നമ്മൾ ഈ തീരപ്രദേശത്തെയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റുമാനൂർ, വൈക്കം കോട്ടയം ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ, പിന്നെ വൈപ്പിൻ തീരപ്രദേശം, പിന്നെ പറവൂർ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ചാലക്കുടി, ഇരിങ്ങാലക്കുട, നാട്ടിക, ഗുരുവായൂർ തീരപ്രദേശം, മണലൂർ, ഇത്ര സ്ഥലത്തെ വോട്ട് മാത്രം നോക്കിയാൽ മതി. ഈ BJP BDJS സഖ്യം പിടിച്ച വോട്ട് പറവൂർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും LDFന് ഗുണമായി. 30,000, 25,000, 30,000, 35,000, 40,000 വരെ വോട്ട് പിടിക്കുമ്പോൾ ആ വോട്ട് കുറയുന്നത് കോൺഗ്രസിൽ നിന്നാണ്. അപ്പോൾ അത് വിചിത്രമാണ്. ചിലയിടത്ത് അങ്ങനെയാണെങ്കിൽ വേറെ സ്ഥലത്ത് അല്ല, പറവൂർ മാത്രം. പറവൂരും ഇവർ ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ചു. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ പറവൂർ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ BDJS കാൻഡിഡേറ്റിന് വേണ്ടി പ്രചരണം നടത്തി. അന്ന് മാത്രമല്ല, VD സതീശൻ ഈഴവ വിരോധിയാണ്, ആര് വോട്ട് ചെയ്തതെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് ചോദിച്ചാൽ സതീശൻ എന്നിട്ട് ജയിച്ചു. അവിടെ വോട്ട് കുറഞ്ഞത് LDFനാണ്. വോട്ട് BJPക്ക് വോട്ട് കൊടുപ്പോൾ ഒരാൾക്ക് കുറഞ്ഞത് LDFനാണ്. BDJSൻ്റെ സ്ഥാനാർത്ഥിക്ക് നല്ല വോട്ട് കിട്ടി, പക്ഷേ സതീശന് തോപ്പിക്കാൻ പറ്റിയില്ല. അതൊഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ഇപ്പോൾ ചാലക്കുടി നോക്കിയാൽ മതി, KP ധനപാലനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ധനപാലൻ തോറ്റുപോകും. ധനപാലൻ തോറ്റു വെച്ചാൽ ആ ധനപാലന് കിട്ടേണ്ടിരുന്ന വോട്ട് BDJSിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ രാഷ്ട്രീയം ഇതാണ്. സമുദായം ഏത് കാലത്തും മാർക്സിസ്റ്റ് വിരുദ്ധരായ ഒരു വിഭാഗം ഈഴവരുണ്ട്. അവർ മാർക്സിസ്റ്റ് വിരുദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല, നടന്നുള്ളുന്നില്ല. ഉള്ളുകൊണ്ട് CPMനെ വെറുക്കുന്നവന് ഇടതുപക്ഷ വിരോധിയായിരിക്കും. ജീവിക്കാൻ നിവൃത്തിയുള്ള വെള്ളാപ്പള്ളിയുടെ പക്ഷം ഈഴവ ബ്രാഹ്മണരായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ ഈ കോൺഗ്രസിനെ കൈവിട്ടിട്ട് വോട്ട് BJPക്ക് മാറ്റിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ എന്ന് വെച്ചാൽ അന്യതാ കോൺഗ്രസ് കിട്ടേണ്ടിയിരുന്ന ഒരു 10% അല്ലെങ്കിൽ 15% ഈഴവരുടെ വോട്ടുണ്ട്. ആ വോട്ട് BJPയിലേക്ക് പോയി. അപ്പോൾ കോൺഗ്രസിൻ്റെ തട്ട് താഴുകയും BJPയുടെ തട്ട് ഉയരുകയും LDF സ്ഥാനാർത്ഥി നിസ്സാരമായിട്ട് ജയിച്ചു പോയി. അവർക്ക് നഷ്ടം ഉണ്ടായില്ല. അവർ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് മാത്രം മതി ജയിക്കാനായിട്ട്. മറ്റേടത്ത് വീതിക്കപ്പെട്ടു, മറ്റത് പോയി. അവിടെ നിന്ന് കുറേ ഇവിടെ കൂടുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാരൻ തോൽക്കുകയാണ് ചെയ്തത്, CPMകാരന് ഓട്ടോമാറ്റിക്കായിട്ട് ജയിച്ചു. ഇപ്പം അതിന് ഞാനൊരു ടെല്ലിങ് എക്സാമ്പിൾ പറയാം. ഇരിങ്ങാലക്കുട മണ്ഡലം തോമസ് ഉണ്ണിയാടൻ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അവിടെ BJP സ്ഥാനാർത്ഥി, BDJSകാരൻ തന്നെയാണ് BJP സ്ഥാനാർത്ഥി, അവിടുത്തെ SNDP യൂണിയൻ്റെ യൂണിയൻ പ്രസിഡൻറ്റോ മറ്റോ. അപ്പോൾ ഈ വോട്ടിങ്ങനെ കയറി BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് 25,000 കടന്നപ്പോൾ ഈ സന്തോഷ് സൈക്കോ ചെയ്യാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗണ്ടിങ് ഏജൻറ്റ് ഇയാളെ ആലിംഗനം ചെയ്തെന്ന് പറഞ്ഞു. ആരെ? BJP സ്ഥാനാർത്ഥി. അത് സ്ഥാനാർത്ഥി തന്നെ എന്നോട് പറഞ്ഞ
അയാൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല. കാരണം ഇവൻ്റെ വോട്ട് കൂടുതലനുസരിച്ച് ഉണ്ണിയാടൻ അടിയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഉണ്ണിയാടൻ തോറ്റത്. ഇനി LDF കിട്ടിക്കൊണ്ടിരുന്ന സീറ്റ് അല്ല വോട്ട് കിട്ടുകയും ചെയ്തു. LDF വോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, മറ്റത് കുറയാണ്. അവിടെ കുറയണതാണ് ഇവരുടെ കൂടുതൽ. ഇനി വേറെ ഒന്നും പറയാം, നമ്മളൊക്കെ പറയില്ലേ കെ ബാബുവിനെ സ്വരാജ് തോൽപ്പിച്ചു എന്ന് പറയില്ല. സത്യത്തിൽ സ്വരാജല്ല തോൽപ്പിച്ചത്, ബാബുവിനെ തോൽപ്പിച്ചത് പഴയ അധ്യാപകനായിരുന്നു തുറവൂർ വിശ്വംഭരൻ. തുറവൂർ വിശ്വംഭരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിന് വിപുലമായ ശിഷ്യ സമ്പത്തുണ്ട്, അദ്ദേഹത്തിന് നായന്മാരുടെ ഇടയിൽ ഇടവരുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട്. ഒരു പേഴ്സണൽ MK വലിയ രീതിയിൽ വോട്ട് പിടിച്ചു. നരേന്ദ്രമോദി നേരിട്ട് വന്ന് അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ തുറവൂർ വിശ്വംഭരൻ്റെ വോട്ട് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും അത് ബാബുവിനെ ഭയാനകമായിട്ട് ബാധിക്കച്ചു. ഇങ്ങനെയാണ് ബാബു തോറ്റുപോയത്. അങ്ങനെ നമ്മൾ വോട്ടിംഗ് പാറ്റേൺ നോക്കി അങ്ങനെ ചില മണ്ഡലങ്ങൾ എടുത്ത് അങ്ങനെയുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഈ കഴിഞ്ഞ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ BJPയുടെ വോട്ട് ഭയങ്കരമായിട്ട് കൂടിയില്ലേ. അത് ശരിക്കും പറഞ്ഞാൽ അന്ന് CPM-ന് അത് ഗുണമായി. അതെ, അങ്ങനെ ചില സീറ്റുകളിൽ അങ്ങനെ സംഭവിക്കും. യാത്രകളുടെ രാഷ്ട്രീയം, ഇപ്പം ഒരു വശത്ത് വികസന യാത്രയും മറുവശത്ത് പുതിയ യാത്രയും നടക്കും. ഈ യാത്രകൾ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ സാധ്യതയെ മാറ്റിമറിക്കുന്ന രീതിയിൽ യാത്രകൾക്കൊരു സ്വാധീനം ചെലുത്താൻ യാത്രകൾ സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഉണ്ടാക്കാവുന്ന ഒരു പ്രകമ്പനം സൃഷ്ടിച്ച യാത്ര എന്ന് പറയുന്നത് പൊതുവെ ഒരു പ്രകമ്പനം ഉണ്ടാക്കാൻ പറ്റാത്തതാണ് AK ആന്റണി. 2000 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ആന്റണി ഇതുപോലൊരു യാത്ര, കേരള രക്ഷായാത്ര, അങ്ങനെ എന്തോ ഒരു യാത്ര. ഇപ്പം എല്ലാത്തിൻ്റെ പേര് ഒരുപോലെ തന്നെ ആയിരിക്കും. ആന്റണിയുടെ യാത്രയ്ക്കാണ് വലിയ ജനപങ്കാളിത്തം. കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഒരു വലിയ വിഭാഗം ആളുകൾ. അപ്പോൾ ഈ ആൻറ്റി ഇൻകംബൻസി എത്ര ഭയങ്കരമാണെന്ന് നമുക്ക് ഫീൽ ചെയ്തത് അതിലാണ്. അത് വലിയൊരു സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു യാത്രയും ഈ പറഞ്ഞതിലൊന്നും ഫലവത്തായിട്ടില്ല, സത്യത്തിലായിട്ടില്ല. ഇത്തവണ തന്നെ ഈ യാത്രകൾ നോക്കിയാൽ മതി. LDFൻ്റെ 3 യാത്രകളും പരമ പരാജയമായിരുന്നു. അപ്പോൾ ഇതിൽ സതീശൻ്റെ യാത്ര നോക്കിയാൽ സതീശൻ്റെ യാത്രയിൽ കോൺഗ്രസ്സുകാരെ ഉത്തേജിപ്പിച്ചത്, പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഒരു ആവേശം ഉണ്ടാക്കാനായിട്ട് സഹകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ ജനപങ്കാളിത്തമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ 2021 പിണറായി വിജയൻ വേഴ്സസ് ചെന്നിത്തലയായിരുന്നു. ഇപ്പം അത് പിണറായി വിജയൻ വേഴ്സസ് VD സതീശന്. അതെങ്ങനെ നമ്മളൊരു എത്രയായാലെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുഖം കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ട്, KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, സണ്ണി ജോസഫ് ഉണ്ട് എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ പോലും പ്രത്യക്ഷത്തിൽ ഇപ്പം ജനത്തിന്റെ മുമ്പിൽ 2 ഫേസ് ആയിട്ട് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും. ഈ പൊളിറ്റിക്സ് എങ്ങനെ കാണുന്നു? അത് ഒരു ഘടകമാണ്. സാധാരണ 2 ശക്തന്മാരായ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ഇയാളാകട്ടെ എന്നൊരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാവും. ഇപ്പോൾ പിണറായി വിജയനും ചെന്നിത്തലയും തമ്മിൽ അങ്ങനെയൊന്നും ആളുകൾ വിചാരിച്ചിട്ടില്ല. അതങ്ങനെ സതീശനെയും അങ്ങനെ അത്ര ഒരു ഗംഭീര നേതാവായിട്ട് നമുക്ക് ഇത് കണക്കാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും ഒക്കെ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ കരുണാകരനും നായനാരും ആയിരുന്നപ്പോഴൊക്കെ ശരിയാണ്. ആ രീതിയിൽ ഗംഭീരന്മാരായ നായകന്മാർ തമ്മിൽ ഏറ്റുമുട്ടലായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ ആ രീതിയിലൊരു ഫൈറ്റ് എന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ VS ജയിച്ചു വന്ന ഇലക്ഷനിൽ VS എന്നുള്ളൊരു വലിയ ഫാക്ടർ ഭയങ്കരമായിരുന്നു. അത് ഉമ്മൻചാണ്ടി VS എന്നുള്ള രീതിയിലല്ല, പക്ഷേ VS എന്നൊരു വികാരം അങ്ങനെ അതിഭയങ്കരമായിട്ട് 2006 ഉണ്ടായി. പിണറായി വിജയൻ 110 സീറ്റ് പറയുന്നു, VD സതീശൻ 100 സീറ്റ് പറയുന്നു. ഇതിപ്പോൾ സംഭവിക്കുക VD സതീശൻ പറഞ്ഞേക്കുന്നത് ഇത് ജയിക്കാൻ കഴിഞ്ഞില്ലേ വനവാസമാണ് എന്നാണ്. മറുവശത്ത് UDF ജയിച്ചു പോയി കഴിഞ്ഞാൽ പിണറായി യുഗത്തിൻ്റെ ഒരു തിരശ്ശീലയാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിലേത് സാധിക്കാനാണ് സാധ്യത? പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ്, 110 സീറ്റ്, പക്ഷെ കിട്ടുന്നത് കോൺഗ്രസ്സിനായിരിക്കും. കണക്ക് കൃത്യമാണ്. സതീശൻ പിന്നെ കുറച്ചുകൂടി വിനയാന്വിതനായതുകൊണ്ട് 100-ൽ നിർത്തിയതാണ്. സീറ്റ് കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ആരും പറയില്ലല്ലോ, 100 സീറ്റിൽ നിൽക്കില്ല. പിന്നെ കോൺഗ്രസ്സുകാർ കാലുവാരി വേല വെച്ച് കുറച്ച് ആൾക്കാരെ അവർ തന്നെ തോൽപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ച സംഭവിച്ചില്ലെങ്കിൽ, അങ്ങനെ സംഭവിക്കുമല്ലോ. സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തീരെ ക്ലച്ച് പിടിക്കാത്ത ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കും. ഇപ്പോൾ അതിനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഈ പഴയ ബെഡ്ഫോർഡ് ലോറി ഒക്കെ പിന്നീട് ഇറക്കിക്കൊണ്ടില്ല, അല്ലെങ്കിൽ കണ്ടം ചെയ്ത ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഞാനിപ്പോൾ ആരുടെയും പേര് പറയില്ല, എന്നാൽ പോലും നമുക്കറിയാമല്ലോ. അങ്ങനെ ഗോദ്രേജ് ഡൈയൊക്കെ അടിച്ച് ഖദർ ഉപ്പായൊക്കെ ഇസ്തിരിയിട്ട് ഒരുപാട് പേര് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അവരൊക്കെ മത്സരിച്ചാൽ ചിലപ്പോൾ ഒരു തുടർഭരണത്തിനുള്ള തുടർഭരണമൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും അതിൻ്റെ ഒരു ശോഭ നഷ്ടപ്പെടും. അന്യഥ കുറച്ച് കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ 110 സീറ്റ് വരെ UDF ജയിക്കാം. അല്ലെങ്കിൽ ആ 110 ചിലപ്പോൾ ഒരു 3-4 BJPക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും 110 സീറ്റ് വരെ LDF തോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. 110 സീറ്റ് UDF ജയിക്കുന്നില്ല പറഞ്ഞത്, 110 സീറ്റ് വരെ LDFന് തോൽക്കാനുള്ള
രാഷ്ട്രീയ മാന്യമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ 105 എത്തിച്ചാൽ അവർ രക്ഷപ്പെടും. കാരണം രാജ്യസഭയിലേക്ക് ആളേക്കും 105 110 തമ്മിലുള്ള വ്യത്യാസം 106 പോയി 105 നിർത്തും. അത്രയും വരെ കണക്ക്. 35 സീറ്റില്ലെങ്കിൽ നമുക്ക് രാജ്യസഭയിലേക്ക് ആളെ വിടാൻ പറ്റില്ല. പിണറായി വിജയൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. ശരിക്കും പറഞ്ഞാൽ CPM നെക്സ്റ്റ് ലെവൽ ലീഡർ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ് എല്ലാവരും. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നിയമസഭയിൽ അവസാനത്തെ സമ്മേളനത്തിൽ KK ശൈലജ തീർത്തും അപ്രതീക്ഷിതമായിട്ടൊരു സഭയിൽ നിന്ന് ബഹിഷ്കരിച്ച് UDF വന്ന് മീഡിയ കാണുന്നതിന് മുമ്പേ ശൈലജ ടീച്ചർ വന്ന് കാണുകയും പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. ഈ ഇലക്ഷനിൽ പിണറായി വിജയൻ മത്സരിക്കാൻ തന്നെയാണോ സാധ്യത, അത് ശൈലജയെ പോലൊരാളെ മുൻനിർത്തി ഒരു എന്താ പറയുക ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലൊരു നീക്കമൊക്കെ CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം? അത്രയും ബുദ്ധിപരമായ ഒരു തീരുമാനം CPM ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം മുമ്പ് പുള്ളി സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വേറെ ആളെ ഏൽപ്പിക്കുമായിരുന്നു. ഈ അവസാന നിമിഷത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മാറുന്നതുകൊണ്ട് വിശേഷമില്ല. ഏതുപോലെ 96 ഞാൻ പറഞ്ഞില്ല, ചരിത്ര പരാജയം ഉണ്ടായ LDFൻ്റെ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിൽ നായനാർ മത്സരിച്ചില്ല. നായനാർക്ക് വയ്യായിരുന്നു, പ്രായാധിക്യവും അനാരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒഴിവായി. പക്ഷേ അദ്ദേഹം ഒഴിവായതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ ഈ LDFനോടുള്ള വിപ്രതിപത്തിയേക്കാൾ കൂടുതൽ ആളുകൾക്ക് പിണറായി വിജയനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമായിട്ടാണ് മാറിയത് പൊതുവെ. അത് കോൺഗ്രസ്സുകാരിലല്ല കൂടുതൽ, BJPക്കാരിലുമല്ല, ലീഗുകാരിലുമല്ല, മാർക്സിസ്റ്റുകാരിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന വോട്ട് ഇടതുപക്ഷക്കാരുടെ വോട്ടായിരിക്കും, മാർക്സിസ്റ്റുകാരുടെ വോട്ടായിരിക്കും, മാർക്സിസ്റ്റ് അനുഭാവികളുടെ വോട്ടായിരിക്കും, സഹയാത്രികരുടെ വോട്ടായിരിക്കും, അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ടായിരിക്കും. ഇവരൊക്കെ മടുത്ത് വെറുത്ത് ബോറടിച്ച് എങ്ങനെ പോയാലും ഇതിനെ തോപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്നുള്ള വാശിയിൽ നിൽക്കണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പില മാറിയിരുന്നെങ്കിൽ ഒരു കൊല്ലം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ മാന്യമായിട്ട് ഇത് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ട്, റിയാസിനെ ഏൽപ്പിച്ചാലും മതി, ഏൽപ്പിച്ചിട്ട് മാറിയിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാവില്ല. ജനങ്ങൾക്ക് എതിർപ്പ് CPMനോടല്ല, ഇടതുപക്ഷ മുന്നണിയോടല്ല, സർക്കാരിനോടല്ല, ഭരണത്തോടല്ല. ഈ ഭരണം അത്ര മോശമൊന്നുമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞില്ലേ, വികസന ഭരണം അത്ര മോശമൊന്നുമല്ല. മാത്രമല്ല ഈ ശബരിമലയെ കുഴിച്ചു നിർത്തി കഴിഞ്ഞാൽ UDFൻ്റെ ഭരണകാലത്ത് നടക്കുന്ന അഴിമതികളെ വെച്ച് എത്രയോ കുറവാണ്, അഴിമതി എത്രയോ കുറവാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, ഇദ്ദേഹത്തോട് ആളുകളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തിയുണ്ട്. അത് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല, ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു കൊല്ലം മുമ്പ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വേറൊരാളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ സംഗതി പിടിച്ച് കയറാമായിരുന്നു. അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാനെങ്കിലും പറ്റിയത്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സത്യത്തിൽ ഈ PV അൻവർ പ്രതിഭാസം ഉണ്ടായല്ലോ, അൻവർ CPMനകത്തൊരു തിരുത്തൽ ശക്തിയായിട്ടാണ് വന്നത്. ഈ PV അൻവറിനെ കൊണ്ടുവന്നത് ഈ പിണറായിയുടെ വിരുദ്ധന്മാരാണ്. അൻവർ തന്നെ ഇഷ്ടപ്രകാരം വന്നാൽ അത്രയൊന്നും ആലോചിച്ച് ചെയ്യാനുള്ള അൻവർ പറഞ്ഞിരുന്നു. അൻവർ പറഞ്ഞുകൊണ്ടല്ല, അൻവർ പറഞ്ഞില്ലെങ്കിൽ പോലും അൻവറിനെ കൊണ്ടുവന്നത് ഈ പറഞ്ഞ വിരുദ്ധ ശക്തികൾ. പാർട്ടിക്കകത്ത് തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മാറിക്കഴിഞ്ഞ് വേറെ ആൾ വന്നാലേ രക്ഷയുള്ളൂ തോന്നിയതുകൊണ്ട് CPMനകത്തുള്ള ചില ശക്തികൾ, അവരുടെ പേരിപ്പോൾ ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ല, അവരൊക്കെ ഇപ്പോൾ യോഗ്യന്മാരായിട്ട് നടക്കുകയാണ്, ഈ ചില ശക്തികളും പിന്നെ UAE കേന്ദ്രമായിട്ടുള്ള ചില ബിസിനസ് ഗ്രൂപ്പുകളും, കാശില്ലാതെ നടക്കില്ല, പണത്തിൻ്റെ ഒരു എലമെൻറ്റ് പ്രധാനമാണ്. ഇവരൊക്കെ കൂടി ആലോചിച്ച് ഒരു കൊട്ടാര വിപ്ലവം നടത്തി പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ട് വേറൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനുള്ള, മുഖ്യമന്ത്രി മാത്രമല്ല പാർട്ടി സംവിധാനത്തിലും മാറ്റം ഉണ്ടാവും, ആ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫലിച്ചില്ല. ഫലിക്കാഞ്ഞ ഒന്ന്, അൻവറിന് അതൊക്കെ ചെയ്യാനുള്ളൊരു ചാതുര്യമില്ല. രണ്ടാമത് ഈ വിരുദ്ധന്മാർക്ക് അവസാനം വന്നപ്പോൾ സംരക്ഷിക്കാൻ പറ്റാതെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ. അൻവർ തന്നെ പിണറായിയുടെ ഒരു ആജ്ഞാശക്തിയുടെ മുമ്പിൽ അൻവറും അതുപോലെ തന്നെ ഈ വിരുദ്ധന്മാരും നിഷ്പ്രഭരായി നിസ്തേജരായി എന്നുള്ളതാണ് സത്യം. പക്ഷേ അൻവർ അവസാനം തെറിച്ച് പുറത്തു പോവുകയും ചെയ്തു, മറ്റവന്മാർ യോഗ്യന്മാരായിട്ട് ഇതിനകത്ത് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് ആ കൊട്ടാര വിപ്ലവം വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പം മുമ്പേ പറഞ്ഞ സംഗതി ചിലപ്പോൾ നടന്നേനെ അല്ലേ.